ഗതിശബ്ദാഭ്യാം തഥാഹി ദൃഷ്ടം ലിംഗം ച. സൂത്രം നമ്മൾ കണ്ടതാണ്. ധൃതേശ്ച മഹിംനഃ അസ്യ അസ്മിന്നുപലബ്ധേഃ. ധൃതേശ്ച ധാരണം, ധൃതി ധാരണം, ധാരണം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പരമേശ്വരൻ തന്നെയാണ് ദഹരാകാശം എന്ന്, പരമാത്മാവിനെ കുറിച്ച് തന്നെയാണ് ദഹരാകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അസ്യ മഹിംനഃ അസ്മിൻ ഉപലബ്ധേഃ. അസ്യ മഹിംനഃ ഈ പരമേശ്വരൻ്റെ ഈ മഹിമ അസ്മിൻ ഉപലബ്ധേഃ മറ്റു ശ്രുതികളിലൂടെ ഉപലബ്ധമായിട്ടുണ്ട് എന്ന്. മറ്റു ശ്രുതികളിലും അസ്മിൻ ഉപലബ്ധേഃ, അതായത് പരമേശ്വരനിൽ മറ്റു ശ്രുതികളും ഇതേമാതിരി ഈ പരമേശ്വരൻ്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതായത് ഇവിടെ നമുക്ക് ഛാന്തോഗ്യോപനിഷത്ത് 8:4-1 അഥയ ആത്മാ സേതുർ സേതുർ വിധൃതി രേഷാം ലോകാനാം അസംഭേദായ. അപ്പോൾ ഈ ആത്മാവ് സേതുവാകുന്നു. ഈ ദഹരാകാശത്തിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ആത്മാ സേതുവാകുന്നു. ഈ ലോകങ്ങൾ അതാത് നില തെറ്റാതെ നിലനിർത്തുന്നതിന് വേണ്ടി ലോകങ്ങളെ ധരിക്കുന്നത് ഈ സേതുവാകുന്നു. പ്രകാരമാണ് ഈ പ്രയോഗം. അപ്പം നമുക്ക് ഛാന്തോഗ്യോപനിഷത്ത് 8:4-1 ഛാന്തോഗ്യോപനിഷത്ത് 8:4-1 നമുക്കത് കാണാം. ിലൂടെ പറയുന്നുണ്ട്. അഥയ ആത്മാ സേതുർ വിധൃതിഃ യേഷാം ലോകാനാം അസംഭേദായ നൈതം സേതും അഹോരാത്രേ തരതഃ ന ജരാ ന മൃത്യുർ ന ശോകോ ന സുകൃതം ന ദുഷ്കൃതം സർവേ പാപ്മാനഃ അതോ നിവർത്തന്തി അപഹത പാപ്മാഹ്യേഷ ബ്രഹ്മലോകഃ എന്ന മന്ത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഈ ആത്മാ എല്ലാ ലോകങ്ങളുടെയും നിലനിൽപ്പിനായി വേണ്ട വിധത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന സേതുവാകുന്നു. അപ്പോൾ എല്ലാ ലോകങ്ങളുടെയും നിലനിൽപ്പ് ഈ ആത്മാവിലാകുന്നു എന്ന്. അപ്പോൾ അവിടെയാണ് സേതു എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സേതു എന്ന് പറയുന്നത് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്നത് സേതു എന്ന് പറയാം. രണ്ടെണ്ണത്തിനെ ബന്ധിപ്പിക്കുന്നത് സേതു എന്ന് പറയാം. ഇപ്രകാരമൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെയൊക്കെ ഉള്ളത് സേതു. ഇവിടെ ഇപ്പം ഇതെങ്ങനെയാണെന്നാ, ക്രിയാകാരക ഫലാദികളെ സംബന്ധിച്ച നിയമങ്ങളോടുകൂടി വർണ്ണാശ്രമാദി വ്യവസ്ഥകൾ ഏർപ്പെടുത്തി ഈ ജഗതിനെ നിലനിർത്തുന്നത് ഈ ആത്മാവാകയാൽ എന്ന് അതിനെ സേതുവായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് ഈ ജഗത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ജഗത്ത് നിലനിൽക്കുന്നത്, അല്ലാതെ ആർക്കും വേണ്ടാത്തൊരു ജഗത്ത് നിലനിൽപ്പില്ല. ഭോഗ്യരൂപത്വാത് ജഗത് സൃഷ്ടിക്ക് തന്നെ ഉണ്ടായത് ജീവികളുടെ കർമ്മഫലത്തിന് വേണ്ടിയിട്ട് ജഗത് സൃഷ്ടി ഉണ്ടായി എന്ന വാദമാണ് നമ്മളെപ്പോഴും സ്വീകരിക്കുന്നത്. ജഗത്ത് വെറുതെ ഉണ്ടായി, അതിൽ വെറുതെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്നാൽ കുറച്ച് ജീവികൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അപ്രോച്ച് ആണ് ഈ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. വെറുതെ കിടക്കുന്ന ലോകത്ത് എങ്ങനെയോ കുറച്ച് ജീവന്മാരുണ്ടായി, അത് ആ അപ്രോച്ചല്ല എടുക്കുന്നത്. അപ്പം ജഗത്ത് തന്നെ ഉണ്ടായത് ആർക്കോ വേണ്ടിയാണ്. ജഗത്തുണ്ടായത് ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ടാവാനാ? ജീവൻ. ആരാണോ അത് ജീവന് വേണ്ടിയിട്ട്. കാരണം പരമാത്മാവിന് വേണ്ടിയിട്ട് ജഗത്ത്
പരമാത്മാവിൽ തന്നെ ഒരു ജഗത്തിനെ സൃഷ്ടിക്കുക, മറ്റൊരിടമില്ലാത്തതുകൊണ്ട് പരമാത്മാവിൽ തന്നെ ഒരു ജഗത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഇല്ല, അസംഭവ്യം എന്ന് പറയുന്നത്. കാരണം പരമാത്മാവിൻ്റെ സ്വരൂപം തന്നെ മറ്റൊന്നാകുക സാധ്യമല്ലാത്ത ഒന്നാണ്. നമ്മൾ നിർവികാരം, നിരാകാരം, നിർമ്മലം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വാക്കുകളും ഉള്ളതുകൊണ്ട് അവിടെ മറ്റൊന്നായിട്ട് മാറുക സാധ്യമല്ല, മറ്റൊന്നിനെ സൃഷ്ടിക്കുക സാധ്യമല്ല, പിന്നെ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടെന്ന് അങ്ങനെ ഒന്ന് അതും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് പരമാത്മാവിന് വേണ്ടിയിട്ട് പരമാത്മാവിൽ ലോകം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടെന്നുള്ളതാണ്. പിന്നാണ് ഭോക്താക്കൾക്ക് വേണ്ടിയിട്ട്, ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പം ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് വരുമ്പോഴാണ് ജീവാത്മാക്കൾ എങ്ങനെ ലോകത്തിന് അവകാശികളായി എന്നുള്ളത്. അതായത് എങ്ങനെയാണ് ഈ ആദ്യത്തെ ജീവാത്മാവ് എങ്ങനെയെന്നുള്ളത് ചോദ്യമില്ല. പിന്നെ പകരം എന്ന് പറയുന്നത് നിലവിലുള്ള ഇപ്പോഴുള്ള ജീവാത്മാക്കൾ എങ്ങനെ ഭാവിയിലെ ലോകങ്ങൾക്ക് അധികാരിയായി, ആ ഒരു രീതി മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്. ജഗത് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്, ജീവൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നതൊക്കെ അനാദി നാദി ഇല്ലാത്തതെന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ നമ്മൾ ആദി ഇല്ലാത്തത് എന്നത് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ജീവാത്മാക്കൾക്ക് ഒരിക്കലും ആദിയില്ല. അപ്പം ജീവാത്മാക്കൾക്ക് ആദിയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഉടൻ തന്നെ ഈ ഭൗമ സൃഷ്ടി എന്ന് പറയുന്നത് വെച്ചുകൊണ്ട് ഭൂമിയിലുള്ള ജീവാത്മാക്കളെ മാത്രമേ നമ്മൾ ഈ ഭൗതിക ദൃഷ്ടിയായി എടുത്തുകൊണ്ട് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവാത്മാക്കളുടെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരിക്കലും അവിടെ ശാസ്ത്രത്തിലെ ഈ ഭൂമിയിലുണ്ടായ ജീവാത്മാക്കളെ കുറിച്ചുള്ള ചർച്ചയേ അല്ല. ഭൂമിയിൽ ജീവാത്മാക്കൾ ഉണ്ടായത് ഒരു സന്ദർഭത്തിൽ എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ജീവസൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവ് ഉണ്ടായപ്പോൾ മുതൽ ജീവസൃഷ്ടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം 14 ലോകങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഈ ജഗത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഭൂമി എന്ന് പറയുന്നത് ആണ് ലാസ്റ്റ് ഭൂമി എന്നുള്ളത് എന്ന് വേണമെങ്കിൽ എടുക്കാം. ഈ ഭൂമിയാണ് ലാസ്റ്റ് ഭൂമി എന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഭൂമി എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ ജീവന്മാരുൽപ്പത്തി ഉണ്ടായിരുന്നത് അവിടെ എല്ലാം അതെല്ലാം ഭൂമിയായിട്ടാണ്, അതായത് ശരീരവാനായിട്ടുള്ളത് അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമി എന്ന് പറയുന്നതിന് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതെന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആദിയില്ലാത്ത ഒരു തുടക്കം എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒന്നായിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ലോകമുണ്ടായത്. അപ്പോൾ ജീവാത്മാക്കൾക്ക് ലോകമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ജീവാത്മാക്കൾക്ക് അത് ലോകാനുഭവത്തിലുള്ള അധികാരം ഉണ്ടായിരിക്കണം. ജീവാത്മാക്കൾക്ക് ലോകാനുഭവത്തിലുള്ള അധികാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കർമ്മഫല സിദ്ധാന്തം, കർമ്മഫലം എന്നുള്ളത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു മേഖല നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജീവാത്മാക്കൾക്ക് അധികാരം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് സാധ്യമല്ല. കാരണം ആരുടെയെങ്കിലും ഇഷ്ടം മറ്റൊരുവനിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഈശ്വരൻ്റെ ഇഷ്ടം ജീവന്മാരിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അങ്ങ് നിശ്ചയിച്ച നിനക്കിതിരിക്കട്ടെ, നീ ദുഃഖിക്കുക, നീ സുഖിക്കുക, നീ ദുഃഖിക്കുക, നിന്റെ കാല് പോട്ടെ, നിന്റെ കൈ പോട്ടെ, നീ കാലില്ലാത്തവനായിട്ട് ജനിക്കുക, നീ കൈയില്ലാത്തവനായിട്ട് ജനിക്കുക, മൂക്ക് നീണ്ടവനായിട്ട് ജനിക്കുക, നിനക്ക് പറക്കുന്നവനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയും അങ്ങനെ ആക്കി വിധിച്ചു വിടുക. അത് ഒരു എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തോന്നിയവാസം എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാനുസരണം ഭഗവാൻ അങ്ങ് തീരുമാനിച്ചു എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു ന്യായമില്ല. ഭഗവാൻ തന്നെ സ്വേച്ഛാനുസരണം ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജഗത്തിലെല്ലാം ആ തരത്തിൽ തന്നെ പോകും. കാരണം ഈ യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേമാതിരി യഥാ പുത്ര തഥാ പിത യഥാ പിത തഥാ പുത്ര എന്നൊക്കെ പറയുന്ന മാതിരി കുഞ്ചൻനമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രാൻ അല്പം കട്ട് ഉപയോഗിച്ചാൽ എന്ന് അമ്പലവാസികളൊക്കെ കക്കും എങ്ങനെയൊക്കെ പറയുന്നത് മാതിരി ഭഗവാൻ തന്നെ തോന്നിയവാസമാണ്, തോന്നിയതുപോലെയാണ്, ഒരു നിയമവും ബാധിക്കാതെയാണ് ഈ സൃഷ്ടി ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനുശേഷം മുഴുവനും അനിയമത്വം എന്ന് പറയുന്നത് ബാധിക്കും. അനിയമത്വം എന്ന് പറഞ്ഞാൽ എല്ലാം തോന്നിയതുപോലെ ആർക്കും ഒരു നിയമവും
ഇപ്പം നമുക്ക് ഇന്ത്യക്കൊരു നിയമമൊന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ ഉള്ള നിയമം അതുപോലും സാധ്യമാവത്തില്ല. കാരണം തുടക്കം അനിയമത്വമാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ശരിയല്ല, ആ വാദമേ ശരിയല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത് അവരവരുടെ കർമ്മഫലാനുഭവത്തിന് വേണ്ടിയിട്ട് നിയമത്തിനനുസരിച്ചാണ്. അത് സൃഷ്ടാവിന്, ഈശ്വരന് ഓരോ ജീവികൾക്കും കിട്ടിയ കർമ്മഫലത്തിന്മേൽ പങ്കില്ല. അതായത് ഈശ്വരേച്ഛ കൊണ്ടാണ് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നതും ഈശ്വരശക്തിയാണ് തരുന്നതെന്നൊക്കെ പറയുന്നത് എങ്കിൽ കൂടിയും അവിടെ ഇപ്പോൾ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ഈശ്വരന് മാത്രം എന്നുള്ളതല്ല, പകരം ജീവാത്മാവിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മാത്രമേ ഈ കർമ്മഫല സിദ്ധാന്തം എന്ന് പറയുന്നത് കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് യോജിക്കത്തുള്ളൂ. കർമ്മസിദ്ധാന്തം ഉണ്ടെങ്കിൽ മാത്രമേ പുനരാവൃത്തി എന്ന് പറയുന്നതുള്ളൂ. പുനരാവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ മോക്ഷപ്രസക്തിയുള്ളൂ, മോക്ഷം തന്നെയുള്ളൂ. മോക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉപനിഷത്തിന് അർത്ഥമുള്ളൂ. മോക്ഷമില്ലെങ്കിൽ പിന്നെ ഉപനിഷത്തിന് അർത്ഥമില്ല. ഉപനിഷത്ത് പിന്നെ പഠിക്കുക എന്ന് പറയുന്നത് വ്യർത്ഥം എന്നുള്ളത് വരും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം ജീവാത്മാവിന് തന്നെ ആയിരിക്കണം. ജീവാത്മാവിന് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ന്യായം. അപ്പം ജീവാത്മാവിൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടും ഭോഗത്തിന് വേണ്ടിയിട്ടെന്ന് പറയാൻ ചുരുക്കത്തില്ല. അപ്പം ജീവാത്മാവിൻ്റെ ഭോഗത്തിന് വേണ്ടിയിട്ടായിരിക്കണം ലോകം. അതായത് ഉണ്ടായ ലോകത്തിൽ 10 ജീവാത്മാക്കൾക്ക് ഇത് കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതിൽ നിന്നുണ്ടാക്കി വിട്ടതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ലോകമൊക്കെ സൃഷ്ടിച്ചു എന്നാൽ വെറുതെ കിടക്കണ്ടല്ലോ, എന്നാൽ ഞാൻ തന്നെ 10 ജീവനായേക്കാം എന്ന് തീരുമാനിച്ച് പരമാത്മാവ് സ്വയം 10 ജീവനായിട്ട് മാറിയതോ ഒന്നും ഇവിടെ സ്വീകാര്യമല്ല. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ കിടക്കുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞു. അപ്പം പിന്നെ എന്താ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. അനാദിയാണ് എന്നുള്ളത് അങ്ങനെ സ്വീകരിക്കുന്നു. ഫസ്റ്റ് അനാദിയാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ചർച്ച വരുമ്പോഴാണ് അനിർവചനീയ ഖ്യാതി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകുന്നത്. അനിർവചനീയമാണ്, ചുരുക്കത്തിൽ നിർവചിക്കാൻ പ്രയാസമുള്ളതെന്നുള്ളതിലേക്കാണ് വേദാന്തം എത്തിച്ചേരുന്നത്. സത്ഖ്യാതി അസത്ഖ്യാതി നമ്മൾ ബ്രഹ്മസൂത്രത്തിൻ്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് സ്വല്പം കണ്ടതാണ്. സത്ഖ്യാതി, അസത്ഖ്യാതി, അന്യഥാഖ്യാതി, അനിർവചനീയ ഖ്യാതി, ഇങ്ങനെ 4 ആണ് അവിടെ പറഞ്ഞത്. ഖ്യാതികളെക്കുറിച്ച് പറഞ്ഞു. ഖ്യാതി എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി. അപ്പോൾ അവിടെ ഈ അനിർവചനീയമാണ് നമ്മളവിടെ സ്വീകരിച്ചിരിക്കുന്നത്. വേദാന്തം സ്വീകരിച്ചിരിക്കുന്നത് അനിർവചനീയമാണ്. അപ്പോൾ അത് വെച്ചിട്ട് പോയി കഴിയുമ്പോഴാണ് സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അനിർവചനീയം എന്നുള്ളത് കിടക്ക തന്നെയാണ്. ആരംഭം അനിർവചനീയമാണ് എങ്കിൽ കൂടിയും പിന്നീടെല്ലാം നിയമവിധേയമാണ്. അതായത് ജീവാത്മാവിൻ്റെ അർഹതയ്ക്കാണ് ലോകം കിട്ടിയത്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലോകങ്ങൾ 14 ലോകങ്ങളിലുള്ളതാണ് സൂര്യചന്ദ്രാദികൾ, പിന്നെ അല്ലെങ്കിൽ അഗ്നിയാദികൾ, വായു, ഭൂതങ്ങൾ, പഞ്ചഭൂതം, ഇതൊക്കെയാണല്ലോ ഇവിടെ ഉള്ളത്. ഇത് മുഴുവനും ഉണ്ടായിരിക്കുന്നതും ഈ പറഞ്ഞ നിയമങ്ങൾക്ക്, അതായത് ജീവാത്മാവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഭോഗത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനെ ഓരോന്നിനെ വേർതിരിച്ചിരിക്കുന്നു. അത് സത്യലോകത്തിൽ നിന്നും തപോലോകത്തിനെ, അല്ലെങ്കിൽ ഭൂലോകത്തിൽ നിന്ന് പാതാളത്തിനെ എല്ലാം വേർതിരിച്ചിരിക്കുന്നുണ്ടല്ലോ. ലോകങ്ങളെല്ലാം വേർതിരിക്കപ്പെട്ടു. ഇനി ലോകഭോഗങ്ങളെല്ലാം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോരോ ലോകത്തിലും വ്യത്യസ്തമായ ഭോഗങ്ങളാണ്, അത് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂലോകത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഗ്നിയും വെള്ളവും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടും തമ്മിൽ കലരുന്നില്ല. അതായത് ഒന്നിൻ്റെ ഗുണം മറ്റൊന്ന് കാണിക്കുക എന്ന് പറയാം. സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ധർമ്മം അതിക്രമിക്കുന്നില്ല എന്നുള്ളത്. ഓരോന്നും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ എന്താണ്, ഓരോന്നിൻ്റെയും ധർമ്മത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ. അപ്പം ധർമ്മത്താൽ ധാരയത്തി നിലനിൽക്കപ്പെടുന്നതായിട്ടാണ് ഇതെല്ലാം ഉള്ളത്. അതിനെയാണ് ഈ സേതു എന്ന് പറയുന്നത്. അതിരുകൾ ഒന്നും ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു ഗുണം മറ്റൊരു ഗുണത്തിലേക്ക് സംക്രമിക്കുന്നില്ല. അപ്പോൾ അതാതിൻ്റെ ഗുണത്താൽ അതാതിൻ്റെ സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു പ്രയോഗത്തിൽ കിടക്കുന്നത്. ഈ ആത്മാവ് എല്ലാ ലോകങ്ങളുടെയും നിലനിൽപ്പിനായി വേണ്ട വിധത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന സേതുവാകുന്നു എന്ന് പറയുന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ സേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് ഭീഷാസ്മാത് വാതഃ പവതേ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ദേവന്മാരെയും കൂടി ഈ ആത്മാവാണ് ഭയപ്പെടുത്തി നിർത്തുന്നതെന്നുള്ള ആ രീതിയിലൊക്കെ നമുക്ക് കാണാം അവിടെ.
പിന്നെ അതേമാതിരി ഓരോ വ്യക്തികളുടെയും ജര, മരണം, പുണ്യം, പാപം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ കർമ്മവും കർമ്മഫലങ്ങളും, ഭോക്താവിൻ്റെ അധികാരവും ഭോഗസാമഗ്രികളുടെ ലഭ്യത കിട്ടുന്നത് ഭോക്താവിൻ്റെ അധികാരം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരാൾക്കൊരു ഇച്ഛയുണ്ടെന്ന് വെച്ചിട്ട് അത് സാധ്യമാവുന്നില്ല. ഇച്ഛയില്ലെന്നുണ്ടെങ്കിലും പലതും വന്നു ചേരുന്നു. ഒന്നുമില്ലാതിരിക്കുന്നവൻ പെട്ടെന്ന് പണക്കാരനാകുന്നു. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും എന്നുള്ള പ്രയോഗമുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി ഒറ്റയടിക്ക് എല്ലാം കൂടെ പോകുന്നു. ഇതെല്ലാം വരുന്നതിനകത്തൊന്നും ഈ ആകസ്മികത്വം എന്ന് പറയുന്നതൊന്നുമില്ല. എല്ലാം നിർവചിക്കപ്പെട്ടു തന്നെ പോയിരിക്കുകയാണ്, നിയമവിധേയമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് അറിയുന്നില്ല, ചിലർ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലത് നമുക്ക് അറിയാൻ യുക്തിക്ക് യോജിക്കുന്നതായിട്ട് ചിലത് കാണുന്നു, ചിലത് യുക്തിക്ക് യോജിക്കാത്തതായിട്ട് കാണുന്നു. ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഇപ്പം ചിലയിടത്താണെങ്കിൽ ഈ ആകാശത്തിൽ ഈ നിൽക്കുന്ന ഇപ്പം ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ, ഇതൊന്നും താഴോട്ടെന്താണ് പതിക്കാത്തത്, ഗോളങ്ങൾ എന്തുകൊണ്ട് താഴോട്ട് പതിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഓരോരുത്തർ ഓരോ മുമ്പ് വേണമെന്നുണ്ടെങ്കിലും ഈ ഉള്ള കാലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥാനങ്ങളിൽ നിർത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ധർമ്മത്താൽ ആണ്. ഇതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഈ ആത്മാവ് എല്ലാ ലോകങ്ങളുടെയും നിലനിൽപ്പിനായി വേണ്ട വിധത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രയോഗത്തിലുള്ളത്. ഇതിനെ അഹോരാത്രങ്ങൾ ബാധിക്കുന്നില്ല, ജരയും മരണവും ശോകവും സുഹൃതവും ദുഷ്കൃതവും പ്രാപിക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഇതിനെ ഈ ആത്മാ എന്ന് പറയുന്നത്. ഹന്താചേത് മന്യതേ ഹന്തും ഹതശ്ചേത് മന്യതേ ഹതം ഉഭൗതൗ ന വിജാനീതഃ നായം ഹന്തിന ഹന്യതേ എന്ന്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ ആത്മാവിനെ പല രീതിയിൽ അവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സുഹൃതവും ദുഷ്കൃതമാകട്ടെ, സുഖവും ദുഃഖവുമാകട്ടെ, ഇതൊന്നും ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നാക്കാനും നമുക്ക് പറ്റത്തില്ല, മോശമാക്കാനും പറ്റത്തില്ല എന്ന്. അപ്പോൾ എല്ലാവരുടെയും ഭയം ഇതാണ്. ഇവൻ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടവനാണ്, ഇവൻ്റെ ആത്മാ എത്ര ദുഷിച്ച ആത്മാവായിരിക്കുമെന്ന്. ഈ ദുഷിച്ച ആത്മാ എന്നുള്ള സങ്കല്പം വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ കഥകളൊക്കെ, ഈ ഡ്രാക്കുള കഥകളും അതേമാതിരി രക്തരക്ഷസുകളുടെ കഥകളും ഒക്കെ വ്യാപകമായിട്ടുണ്ടായിരിക്കും. കാരണം പിന്നെ ഒരിക്കലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അതിനകത്തൊന്നും മാറാൻ പറ്റാത്ത വണ്ണമുള്ള ആ ദുഷിപ്പ് വന്നു ചേർന്ന ആത്മാക്കളായിട്ട് എന്നുള്ള പ്രയോഗത്തിലാണ് അവരുടെ പോക്ക് കിടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അതാണ് ആത്മാവിനെ ഒരിക്കലും ഈ പുണ്യപാപങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊന്ന് എന്നുള്ളത്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സൂത്രത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധൃതേശ്ച മഹിംനഃ അസ്യ അസ്മിന്നുപലബ്ധേഹേ എന്ന് പറഞ്ഞിരിക്കുന്നു. തസ്മാദ് വാ ഏതം സേതും തീർത്വാ അന്ധസ്സൻ അനന്തോ ഭവതി. ഇങ്ങനെ ഇപ്രകാരം ഇതിനെക്കുറിച്ച് വീണ്ടും ആ മന്ത്രത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സേതുവിനെ തരണം ചെയ്തിട്ട് അന്ധനല്ലാതായിത്തീരുന്നു, ദുഃഖിതനല്ലാതായിത്തീരുന്നു, രോഗാതിപീഡയുള്ളവൻ രോഗപീഡ ഇല്ലാത്തവനായിത്തീരുന്നു. അതിനാൽ ഈ സേതുവിനെ തരണം ചെയ്താൽ രാത്രി കൂടി പകലായിത്തീരുന്നു. എന്തെന്നാൽ ഈ ബ്രഹ്മലോകം എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറയും. ധൃതേശ്ച മഹിംനഃ അസ്യ അസ്മിന്നുപലബ്ധേഹേ. സൂത്രം 16. 17 പ്രസിദ്ധേശ്ച. ആകാശ ശബ്ദം പരമേശ്വരനിൽ പ്രസിദ്ധമായിരിക്കുന്നത് കൊണ്ടും എന്ന്.
ഇവിടെയുള്ള ഈ ദഹരാകാശം പരമേശ്വരൻ തന്നെ. നമ്മൾ ഈ 8-1 വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ദഹരാകാശം എന്ന് പറയുന്നതിനകത്തെ ദഹരഹ ആകാശ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അവിടെ ഈ ആകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രസിദ്ധമായിട്ട് എവിടെയാണ് ഈ ആകാശത്തിന് പരമേശ്വരൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്? ആകാശോ വൈ നാമരൂപയോർ നിർവഹിതാഹ എന്ന് ചാന്തോക്യം 8:1-4. അപ്പോൾ 8:1-1 നമ്മൾ കണ്ടത്. അപ്പോൾ 8:1-4 പറഞ്ഞിരിക്കുന്നു, അപ്പോൾ ഈ 8:1-1 ഈ നമ്മൾ കണ്ടത് ഇവിടെ ദഹരാകാശം എന്ന് കണ്ടു. ആ ദഹരാകാശത്തിനെ കുറിച്ചാണ് 8:1-4 പറഞ്ഞിരിക്കുന്നത്. ഇദം ബ്രഹ്മപുരേ സർവം സമാഹിതം സർവാണി ച ഭൂതാനി സർവേ ച കാമാഹ ഏതദ് ജരൗ ആപ്നോതി പ്രധ്വംസത്തെ വാ കിം എന്ന്. ജര ആപ്നോതി വാ, ഇതിനെ ജര പ്രാപിക്കുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഈ ബ്രഹ്മപുരം എന്നുള്ള പ്രയോഗത്തിലാണ് എല്ലാ ഭൂതങ്ങളും എല്ലാ കാമങ്ങളും എല്ലാ ജഗത്തും സമാഹിതമായിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടിയായിട്ട് ഈ ശരീരമല്ല, ഈ ശരീരത്തിന് ജര ബാധിച്ചതുകൊണ്ട് അന്തരാകാശമാകുന്ന ഭൂമാവിന് ജര ബാധിക്കുന്നില്ല, ശരീരത്തെ ഹനിച്ചാലും അന്തരാകാശം ഹനിക്കപ്പെടുന്നില്ല, ഇതാകുന്നു സത്യമായിട്ടുള്ള ബ്രഹ്മപുരം എന്ന്. ഇതിലാണ് എല്ലാ കാമങ്ങളും സമാഹിതമായിട്ടുള്ളത്. ഇത് ആത്മാവാകുന്നു. ഇത് പാപസ്പർശമില്ലാത്തതും ജരാവർജിതവും മരണരഹിതവും ശോകവിഹീനവും വിശപ്പും ദാഹവും ഇല്ലാത്തതും സഫലങ്ങളായ കാമങ്ങളോടുകൂടിയതും സത്യമായ സങ്കല്പങ്ങളോടുകൂടിയതുമാണ്. അപ്പം ഇപ്രകാരമാണ് ഈ ആകാശം എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 8:1-1 പറഞ്ഞിരിക്കുന്ന ദഹരാകാശത്തിൻ്റെ വിശേഷണമായിട്ട് ആണ് ഈ ബ്രഹ്മപുരം എന്നും അതിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രസിദ്ധേശ്ച പ്രസിദ്ധമാകയാൽ എന്ന്. ആകാശോ വൈ നാമരൂപയോർ നിർവഹിതാഹ. ഇതര 8:1-4 അല്ല, അതിപ്പോൾ 8:4-1 നോക്കട്ടെ, ചെറിയൊരു വ്യത്യാസമുണ്ടോ സംശയം. 8:4 അതിൻ്റെ നമ്പർ ശരിയല്ല, നമ്മൾ നോക്കണം. ഇതര പരാമർശാത് സ ഇതി ചെയ്യുന്ന അസംഭവാത്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ഈ ദഹരാകാശം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഭൂതാകാശമാണോ എന്നുള്ളത് കണ്ടു. അതിനുശേഷം ഭൂതാകാശമാവത്തില്ല എന്നുള്ളത്. അപ്പം ഈ ഭൂതാകാശം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഹൃദയം ഭൂതാകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സാധാരണ സങ്കല്പം പോകുന്നത്. അപ്പോൾ പിന്നെ ഉള്ളത് സങ്കല്പാകാശം, അത് വേറൊന്ന്. ഹൃദയത്തെ സങ്കല്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ധ്യാനത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ധ്യാനത്തിന് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണെന്നുള്ളതല്ല, കാരണം അപ്പോൾ അതേ സാധ്യമാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളും അതൊക്കെ എടുക്കുന്നു. പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി കണ്ടു വരുന്നു കഴിയുമ്പോഴത്തേക്ക് അതനുസരിച്ച് മാറും, നമ്മുടെ ബുദ്ധി മാറും. അപ്പോൾ ഇത് അങ്ങനെ ബുദ്ധി മാറിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയത് തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മൾ പറയുമല്ലോ, ഇത് 1-ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് എപ്പോഴും ശരിയായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആ ബുദ്ധി വെച്ചേക്കേണ്ട കാര്യമില്ല. അവിടെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് തുടർന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ തുടർന്ന് പഠിച്ച് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് മാത്രമാണ് ശരിയായിട്ടുള്ളത്, പിന്നീടുള്ളതൊന്നും ശരിയല്ല. ഇപ്രകാരമുള്ള ബുദ്ധിയിലേക്ക് പോകരുത്. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ഹൃദയത്തെ താമര പോലെ താമരമുട്ട് ചിലരാണെങ്കിൽ താമരമുട്ട് താഴോട്ടിരിക്കുന്ന താമരമുട്ട് പോലെ ഹൃദയത്തെ സങ്കല്പിക്കുക. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കൂമ്പായിട്ട് നിൽക്കുന്ന ഈ താമരമുട്ട് പോലെ, അതായത് പൂർണ്ണമായിട്ടും വിടരാത്ത ഒരു താമര എന്ന പോലെ ഹൃദയത്തെ സങ്കല്പിക്കുക. എന്നിട്ട് അതിനുള്ളിലൊരു ആകാശത്തെ സങ്കല്പിക്കുക. അങ്ങനെ ഒരു സങ്കല്പാകാശം. എന്നിട്ട് ആ ആകാശത്തിൽ സരസ്വതി ദേവിയെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇഷ്ടമൂർത്തിയെ സങ്കല്പിക്കുക. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ധ്യാനത്തെക്കുറിച്ചൊക്കെ പറയും. അപ്പം അവിടെ നമ്മളിപ്പോൾ ഒരു ഹൃദയത്തെ സങ്കല്പിച്ച്, അപ്പം ഹൃദയം തന്നെ സങ്കല്പമായി, ആ അതിനുള്ളിൽ ആകാശത്തെ സങ്കല്പിച്ചിട്ട് ആ ആകാശത്തിനുള്ളിൽ ഒരു ഇഷ്ടമൂർത്തിയെ സങ്കല്പിച്ച് ഉള്ള ഒരു സംബന്ധം എന്നുള്ളത്. എന്നിട്ട് ആ ഇഷ്ടമൂർത്തിയെ പ്രസാദിപ്പിക്കണം. ഇതാണ് പോകുന്നത്. എന്നിട്ട് പിന്നെ വേറെന്താ കാണേണ്ടത്? ആ സങ്കല്പിച്ച ഇഷ്ടമൂർത്തി സത്യമാണെന്ന് സത്യമായിട്ട്. അതിനെ പിന്നെ നമ്മൾ അസത്യമായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ അത് സത്യമായിട്ട് സങ്കല്പിക്കണം. അത് സത്യമാണെന്ന് ഉള്ള രീതിയിലുള്ള സങ്കല്പത്തിൻ്റെ ദൃഢത. എന്നിട്ട് ആ സങ്കല്പിക്കപ്പെട്ടത് അത് സത്യമാകയാൽ ആ സത്യത്തിൻ്റെ ഫലമായി സത്യത്തോട് സംബന്ധിപ്പിക്കപ്പെട്ടവനായിട്ട് പിന്നെ സങ്കല്പിക്കണം. ഇങ്ങനെ അതൊരു സങ്കല്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സങ്കല്പം എവിടെയും കിട്ടത്തില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ എല്ലാം കിട്ടുന്നതും ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത് സങ്കല്പിക്കണം. പിന്നെ ഇതെല്ലാം ഭഗവാനിലേക്കാണ് അർപ്പിക്കുന്നത് എന്നുള്ളത് സങ്കല്പിക്കണം. സങ്കല്പം എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ സങ്കല്പ പ്രതിഷ്ഠിതാഹ എന്നുള്ള സ്ഥിതിയിലേക്ക് സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെ സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ ഈ വികാരങ്ങളെല്ലാം സങ്കല്പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ശരീരത്തിലേക്ക് വന്നിട്ട് ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന സങ്കല്പങ്ങളുണ്ടല്ലോ. ആ സങ്കല്പങ്ങൾ ശരീരത്തിലേക്ക് ആഘാതം സൃഷ്ടിക്കുന്ന ഇതിൻ്റെ രീതിക്കനുസരിച്ചിട്ടാണ് ആ സങ്കല്പങ്ങളെ വികാരങ്ങളെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്നത് ക്രോധം ഒരു വികാരമാണ്. ആ ക്രോധം എന്ന് പറയുന്നത് വികാരം ശരീരത്തിൽ എത്ര ആഘാതം സൃഷ്ടിക്കപ്പെട്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ആ ക്രോധം എന്ന് പറയുന്നത് നിർവചനം തന്നെ ഉണ്ടായത്. ആ ശരീരത്തിനുണ്ടായ ആഘാതം മറ്റൊരു തരത്തിലാണെന്നുണ്ടെങ്കിൽ, അതായത് ആഘാതം ഇപ്പം രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ആഘാതമാണ് ഒരു സങ്കല്പം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രോധമെന്ന് പറയത്തില്ല. അപ്പം ഒരു പ്രത്യേക രീതിയിൽ ശരീരം പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രതികരിച്ച ശരീരത്തിനനുസരിച്ചിട്ട് അവിടെ ഇപ്പം മനസ്സിന് രൂപമാറ്റം ഉണ്ടായത്. അപ്പം മനസ്സിൻ്റെ രൂപമാറ്റം കൊണ്ട് ശരീരത്തിന്മേൽ ആഘാതങ്ങളുണ്ടായി. അതിനനുസരിച്ചിട്ട് അപ്പോൾ ആ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെയാണ് മുഖം ചുമക്കുക എന്ന് പറയുന്നത്. ഹൃദയം എന്ന് പറയുന്നത് മൊത്തത്തിൽ ദേഹം പുകയുന്നത് പോലെ, ദേഹം വിറയ്ക്കുന്നത് പോലെ. ഈ ദേഷ്യം കൊണ്ട് ദേഹം വിറയ്ക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ദേഷ്യം കൂടുന്നതനുസരിച്ച് ദേഹം വിറയ്ക്കുന്നു. ഭയം കൊണ്ട് ദേഹം വിറയ്ക്കുന്നു. സ്നേഹാധിക്യം കൊണ്ട് ചിലപ്പം വേണമെങ്കിൽ ദേഹം വിറച്ചു എന്ന് വരാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭയം കൊണ്ടും ക്രോധം കൊണ്ടുമാണ് കൂടുതലും നമുക്ക് വിറയ്ക്കുന്നതെന്ന് പറയാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സങ്കടം കൊണ്ടും വേണമെങ്കിൽ വരും. ഇങ്ങനെയൊക്കെ പല രീതി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് നമുക്ക് ഈ സങ്കല്പം എന്ന് പറയുന്നതിൻ്റെ മേഖല നമുക്ക് അറിയാവുന്ന മേഖല. അവിടെയാണ് ഇപ്പോൾ ഈശ്വരനെ കൂടെ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെയാണ് അതൊക്കെ ഉപാസനയുടെ തലത്തിൽ കിടക്കുന്നതാണ്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇവിടുത്തെ ആകാശം എന്താണെന്ന്, അപ്പോൾ ഇവിടുത്തെ ആകാശം പരമാത്മാവ് തന്നെയാണ്, സങ്കല്പമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇവിടുത്തെ ആകാശം, ഹൃദയാകാശം എന്ന് പറയുന്നത് സങ്കല്പമല്ല, അത് പരമാത്മാ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഹൃദയാകാശം എന്ന് പറയുന്നത് ഒരുവൻ എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ഒരുവൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ പറയുന്നതാണ് ഈ ഒരുവൻ എന്ന് പറയുന്ന പ്രയോഗം. അവൻ ഇവൻ എന്ന് പറയുന്നതിന് പകരം തന്നിൽ തന്നെ, ഒരുവനിൽ തന്നെ, ഒരുവൻ എന്നൊക്കെയുള്ള പ്രയോഗം സാധാരണ ഈ ടെക്സ്റ്റുകളിലൊക്കെ ഉള്ളതാണ്. ഇപ്പം തന്നിൽ തന്നെ എന്ന് പറയുന്നത്.
അപ്പോൾ തന്നിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആരാടോ ഉള്ള താനെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ പറയുന്ന താനുണ്ട്. ആ താനല്ല, താൻ നിരന്തരം എന്ന് പറയുമ്പോൾ അവനവൻ എന്നുള്ള അർത്ഥം. ആ താനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റൊരാളോട് താൻ അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആ താനല്ല. ഇങ്ങനെ രണ്ടു തരത്തിലും താൻ കിടപ്പുണ്ട്. അവനവൻ എന്നുള്ള അർത്ഥത്തിലുമുണ്ട്, മറ്റൊരാൾ എന്നുള്ള അർത്ഥത്തിലുമുണ്ട്, നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭേദമുണ്ട്. ഇവിടെ ഇപ്പോൾ അവനവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവിടെ ഈ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് സാധാരണ ഒരു വ്യക്തി സാധാരണ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശാസ്ത്ര വിചാരമുണ്ട്. പക്ഷേ എന്നാലും ശാസ്ത്രത്തിലൂടെ ഈ പരമാത്മാവാണ് ഹൃദയാന്തർവർത്തിയായിട്ടുള്ള ആകാശസ്ഥാനത്ത് ഇരിക്കുന്നത് എന്നതിലേക്ക് എത്താത്ത ഒരു വ്യക്തി അവിടെ അവനവൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ഹൃദയത്തിലാണ് ഈ ആത്മാ ഇരിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നത്. അത് ശരിയാണ്, അവിടം വരെ ശരിയാണ്. അല്ലാതെ ഹൃദയത്തിലല്ലാതെ മറ്റിടത്ത് ആത്മാവിനിരിക്കാൻ സാധ്യമല്ലല്ലോ. അത്രത്തോളം എത്തിയിട്ടുണ്ട്, ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവിടെ എന്താ ഉള്ളത്? അവിടെ പറയുന്നത് ആ ഹൃദയത്തിലാണ് ആത്മാവിരിക്കുന്നത്. അഹമാത്മാ. അതുകൊണ്ട് അഹം എന്നിരിക്കുന്നത് അഹം പ്രത്യാലംബനം എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അഹം ആത്മാവാണ്, ആത്മായിരിക്കുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് ഹൃദയാകാശം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പരമാത്മാ എന്ന് പറയുന്നതിന് പകരം ജീവാത്മാ എന്നങ്ങ് പറഞ്ഞൂടെ? ആ ജീവാത്മാ പിന്നെ പരമാത്മാവായിട്ട് മാറുകയോ അത് പിന്നത്തെ കാര്യം. പക്ഷേ നമ്മൾ ഈ ഹൃദയാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ജീവാത്മാവാകയാൽ ഈ ആകാശം എന്ന് പറയും ഭൂതാകാശം അല്ലെങ്കിൽ പിന്നൊരു സാധ്യത. നമ്മൾ ആദ്യം ഭൂതാകാശത്തിൽ ജീവാത്മാവിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സങ്കല്പം പോകുന്നത് എപ്പോഴും. അപ്പം ഭൂതാകാശം എന്നുള്ളത് ദൃഷ്ടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നിപ്പോൾ നമുക്ക് ഈ ആത്മാവിനെ പ്രതിഷ്ഠിക്കാൻ ഒരു ദേശദൃഷ്ടി സാധ്യമല്ലാതായിത്തീരുന്നു. നമുക്ക് ദേശം എന്നുള്ളത് ദൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് കൽപ്പനയാണ്, ദേശകൽപ്പന. അപ്പോൾ ആ ദേശകൽപ്പന ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഭൂതാകാശ കൽപ്പനയിൽ മാത്രമേ നമുക്ക് ദേശകൽപ്പന ഉണ്ടാകത്തുള്ളൂ. നമുക്കിത് ഈ സ്ഥാനത്ത് എന്ന് പറയണമെങ്കിൽ ദേശത്വം വേണമല്ലോ, ദേശദൃഷ്ടി വേണമല്ലോ. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ ഭൂതാകാശ ദൃഷ്ടിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദേശകൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ നമ്മൾ പരമാത്മാവിനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് പരമാത്മാവിൻ്റെ പരിമിതത്വം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും അതിനെ അതിക്രമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ജീവാത്മാ എന്ന് പറയുമ്പോൾ ഈ ജീവാത്മാവിനെ നമുക്ക് നമ്മിൽ വിരിക്കുന്ന ഒന്നായിട്ട് വേണമെങ്കിൽ കണ്ടെത്താം എന്നുള്ളതല്ലാതെ നാമായിട്ട് കണ്ടെത്താൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു അന്യത്വ ദൃഷ്ടി അതും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാധാരണ അധികം ശാസ്ത്രത്തെ എടുക്കാതെ സങ്കല്പിച്ച് പോകുന്ന രീതി വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സൂത്രം പറഞ്ഞിരിക്കുന്നത്. ഇതര പരാമർശാത് സ ഇതി ചേത് ന അസംഭവാത് എന്ന് പറയും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ആകാശം ജീവാത്മാവാണ് എങ്കിൽ അതാണ് ജീവാത്മാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതരഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതര പരാമർശാത് ഇതരൻ ജീവൻ, സ ഇതി ചേത് ഇതര പരാമർശാത് ഇതരൻ എന്ന്, അതായത് ഇതരൻ എന്ന് പറയുന്നത് ജീവാത്മാ, മറ്റൊരുവൻ. ഇതരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുവൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല. മറ്റൊരുവൻ ഇതരഹ എന്ന് പറഞ്ഞിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മറ്റൊരുവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയും തുടർന്ന് വരുന്ന ഈ ഭാഗത്ത് ഉപനിഷത്തിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഭോക്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ജീവാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതരഹ. ആ ഇതര പരാമർശാത്ത് സ ഇതി, ആ ഇതരൻ എന്ന് പറയുന്നത് ജീവാത്മാ, ആ ജീവാത്മാ ഇതി ചേത് അങ്ങനെയാണെങ്കിൽ ന അസംഭവാത് അത് അങ്ങനെയല്ല എന്നർത്ഥം. അന്ന അസംഭവാത് അത് അങ്ങനെയല്ല. എന്തുകൊണ്ടാണ്? പരിച്ഛിന്നനായ അസംഭവാത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നുള്ളതാണ് അസംഭവാത്. അപ്പോൾ അതിനൊരു റീസണാണ് പറയുന്നത്. പരിച്ഛിന്നനായ ജീവന് ആകാശം ഉപമാനമാകാൻ പാടില്ലാത്തതാകുന്നു എന്ന്. നമ്മളിപ്പം പറഞ്ഞില്ലേ ആകാശം എന്ന് പറഞ്ഞില്ലേ, ഈ ദഹരാകാശം എന്ന് പറയുമ്പോൾ ആകാശത്തിൽ
ആകാശത്തിൻ്റെ ഒരു നിർവചനമുണ്ടല്ലോ. ആകാശത്തിൻ്റെ നിർവചനം അത് ഭൂതാകാശമാണ് നമ്മുടെ ദൃഷ്ടിയിലുള്ളതെന്നുണ്ടെങ്കിലും അപരിമിതത്വം അല്ലെങ്കിൽ അനന്തത്വം എന്നുള്ളത് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഇത് ആകാശമാണ്, പക്ഷേ ഇത് എൻ്റെ കുപ്പിയിലിരിക്കുന്ന ആണ് എന്നുള്ള രീതിയിൽ പരിമിതത്വം നമുക്ക് കൽപ്പിക്കുക സാധ്യമല്ല എന്നുള്ളത്. ഇപ്പം പഞ്ചഭൂതങ്ങളിലെ ഭൂമിക്ക് നമുക്ക് പരിമിതത്വം കൽപ്പിക്കാം, അഗ്നിക്ക് പരിമിതത്വം കൽപ്പിക്കാം. അതായത് ആകാശമൊഴിച്ചുള്ള 4 ഭൂതങ്ങൾക്കും അനന്തത്വമില്ല. അനന്തത്വം കൊടുത്തിരിക്കുന്നത് ആകാശത്തിന് മാത്രമേ ഉള്ളൂ. ഇനി അത് ഈ അനന്തത്വം കൊടുത്തിരിക്കുന്നത് പോലെ ഉള്ളതുപോലെ തന്നെയാണ് അവയവരാഹിത്യമുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ. എൻ്റെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്ന ആകപ്പാടെ ഒരു ഗുണമേ പറഞ്ഞിട്ടുള്ളൂ. ശബ്ദഗുണകം ആകാശം എന്നുള്ള രീതിയിൽ ശബ്ദം മാത്രമാണ് ഗുണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഇന്ദ്രിയത്താൽ അറിയപ്പെടുന്നു എന്ന് മാത്രം കൊണ്ടാണ്, മറ്റൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ ആകാശത്തിനെ നിർവചിക്കാൻ സാധ്യമല്ല, ഒരു തരത്തിലും നിർവചിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലാണ് ഈ ആകാശത്തിൻ്റെ സ്ഥിതി എന്നുള്ളതാണ്. പിന്നെ ഈ അവശേഷിക്കുന്നതിനോട് സംബന്ധിച്ചാണ് ശബ്ദവും ആകാശത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതായത് ഈ ഓരോരോ ഗുണമുണ്ടല്ലോ, രൂപസ്പർശം എന്നൊക്കെ പറയുന്ന ഓരോന്നും. അപ്പം പഞ്ചഭൂതങ്ങളിൽ 4 ഭൂതങ്ങളും 4 ഇന്ദ്രിയങ്ങളോടും സംബന്ധിപ്പിച്ച് 4 ഭൂതങ്ങളും 4 ഇന്ദ്രിയങ്ങളോടും സംബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ 5ാമത് അവശേഷിക്കുന്ന ആകാശവും 5ാമത് അവശേഷിക്കുന്ന ശബ്ദവും ശ്രോത്രേന്ദ്രിയവും തമ്മിൽ യോജിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഈ 5ാമത് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ആകാശത്തിൻ്റെ അനന്തത്വം എന്ന് പറയുന്നത് മറന്നു കളയരുത് എന്ന്. ഇനിയിപ്പോൾ ആകാശത്തിൻ്റെ അനന്തത്വം ശരി, ഓക്കെ. ഇനിയിപ്പം ജീവൻ അനന്തത്വം പറയാൻ പറ്റുമോ? അടുത്ത നമ്മുടെ നോക്കുന്നത് ഇതാണ്. ജീവൻ അനന്തത്വം പറയാൻ പറ്റത്തില്ല. കാരണം ജീവൻ്റെ പരിമിതത്വം എന്നുള്ളത് നമുക്ക് നമുക്ക് അനുഭവസിദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജീവൻ്റെ പരിമിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ പരിമിതത്വം, അല്ലാതെ അല്ലെങ്കിൽ ഏത് ജീവിയുടെയും പരിമിതത്വം. ഒരു ജീവിയുടെ ഉള്ളിലല്ലേ ജീവൻ ഇരിക്കുന്നത്. അപ്പം ഉള്ളിലുള്ള ജീവൻ്റെ പരിമിതത്വം എന്ന് പറഞ്ഞാൽ ദേഹപര്യന്തം അല്ലെങ്കിൽ ത്വക്പര്യന്തം സവ്യാപ്നോതി എന്ന് പറയാം. അപ്പം ഒരു ജീവന് എത്രത്തോളം വ്യാപിക്കാം? ഒരു വ്യക്തിയുടെ തൊലി വരെ, ഇതാണ് ത്വക്പര്യന്തം എന്ന് പറയുന്നത്. സഹ ത്വക്പര്യന്തം തസ്മിൻ ദേഹേ വ്യാപ്നോതി എന്ന് പറയാം. അതാണ് ഈ സഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനാണ്. ജീവൻ എവിടം വരെ വ്യാപിക്കാം? ദേഹപര്യന്തം ത്വക്പര്യന്തം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇനിയും ഈ ഉപേക്ഷിച്ചു പോയാൽ എവിടം വരെ ഉപേക്ഷിച്ചു പോകാം? ഉപേക്ഷിച്ചു പോയാൽ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാഗ്രത അവസ്ഥയെ ഉപേക്ഷിച്ച് സ്വപ്നാവസ്ഥയിലേക്കും പോകാം, സ്വപ്നാവസ്ഥയെ ഉപേക്ഷിച്ചിട്ട് സുഷുപ്തി അവസ്ഥയിലേക്കും പോകാം. ഈ സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് ഉപേക്ഷിച്ചിട്ട് പിന്നെ എങ്ങോട്ടും പോവുക സാധ്യമല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഉള്ളത് ഈ 3 അവസ്ഥകളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു പറഞ്ഞാൽ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണല്ലോ പിന്നത്തേത്. അവൻ ദേഹം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധ്യമാകുന്ന വിധത്തിൽ അല്പത്വമാണുള്ളത്, അനന്തത്വമല്ല. അനന്തത്വമാണെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ജീവാത്മാവിന് ദേഹം ഉപേക്ഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അല്പമായിട്ടുള്ളതിന് മാത്രമേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തിലേക്ക് യാത്ര സാധ്യമാക്കുള്ളൂ. ഗതി എന്ന് പറയുമ്പോൾ പറഞ്ഞല്ല, ഗതി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കുള്ള ഒരു ഈ അവസ്ഥകളിൽ കൂടെയുള്ള ഗതിയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുനർജന്മത്തിന് വേണ്ടിയിട്ടുള്ള ഗതിയുണ്ടല്ലോ, ആ ഗതി ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ അതൊരു ബാധകമാണ്. അപ്പോൾ അതൊക്കെയാണ് ജീവന് യോജിക്കത്തില്ല അനന്തത്വം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതര പരാമർശാത് സ ഇതി ചേത് ന അസംഭവാത് എന്ന്. അതുകൊണ്ട് ജീവാത്മാവിനെ അല്ല ഇവിടെ ഈ ദഹരാകാശം എന്നുള്ളത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ദഹര എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അല്പമൊന്നും ആയതുകൊണ്ട്
ആകാശം എന്നുള്ളത് ഈ ജീവാത്മാവിനോട് ചേർത്തിട്ട് അല്പനായ ജീവനെയാണ് ദഹരാകാശം എന്ന് പറഞ്ഞുകൂടെ എന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഈ അല്പൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചതുകൊണ്ട് ജീവനെക്കുറിച്ച് പറയുന്നതന്നെ അങ്ങനെയാണല്ലോ. അല്പജ്ഞൻ, അല്പശക്തിമാൻ, അല്പവ്യാപി, പിന്നെ എല്ലാം അല്പം 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 എന്നുള്ളതുണ്ട്. അങ്ങനെ എല്ലാം അല്പം 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 എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ അല്പബുദ്ധി എന്നുള്ളത് ഒന്നുമല്ല. പിന്നെ അതുകൊണ്ട് സർഗലത്തിൽ നിന്ന് നമ്മൾ അല്പമാണ്. നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണോ എന്നറിയത്തില്ല, ആ പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് അടുപ്പിൽ എന്താ ഈ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇടുന്നത് പോലും ഒരു എന്താണ് അളന്നിട്ട ശേഷം ഒരു നുള്ളെടുത്ത് വീണ്ടും തിരിച്ച് ഒരല്പം എടുത്ത് വീണ്ടും തിരിച്ച് കലത്തിലോട്ടിടും. ഇങ്ങനത്തെയുള്ള ഒരു എന്താണ് എല്ലാം അതായത് ഒരു ഈ മരുഭൂമിയിലുള്ള കിണറ്റിനകത്തുനിന്ന് ഊറി വരുന്ന ജലം പോലത്തെ ഒരു പ്രതീതി. അവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് സൂക്ഷിച്ച് സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നേക്കുമായിട്ട്. അത് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ വറ്റിപ്പോകുന്ന തരത്തിലാക്കരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഉള്ള ബുദ്ധി. അതാണ് ഈ അല്പബുദ്ധി എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ കടലിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ബുദ്ധി വരത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിയാണ്. അപ്പോൾ ഇതാണ് ജീവസംബന്ധമായിട്ടാണെങ്കിൽ ജീവനെല്ലാം ഒരല്പമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈശ്വരനുമായിട്ട് മാത്രമേ ആകാശം യോജിക്കത്തുള്ളൂ. ആകാശത്തിൻ്റെ അനന്തത്വം എന്നുള്ളത് നമ്മളിപ്പം ഘടാകാശത്തിന് സമമായിട്ടെന്നുള്ള, ഘടാകാശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അല്പബുദ്ധിയിൽ മാത്രമാണ്, അല്പത്വം ബുദ്ധിയിൽ മാത്രമാണുള്ളത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത്. കൃപണാഫലഹേതവ എന്ന് പറഞ്ഞാൽ അല്പത്വം ബുദ്ധിയിൽ കാണിക്കരുതെന്നാണ് അവിടെ ആ ഗീതയിലെ ആ പരാമർശമുള്ളത്. കൃപണാഫലഹേതവ എന്ന് പറയുന്നത്. ഉത്തരാത് ചേത് ആവിർഭൂത സ്വരൂപസ്തു എന്ന്. ഉത്തരാത് ചേത് അനന്തരവാക്യം, അതിനാണ് ഉത്തരഭാഗത്തുള്ളത് എന്നുള്ളതാണ് ഉത്തരാത്. ഉത്തരാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ഭാഗത്ത് എന്നുള്ള അർത്ഥം. പൂർവം ഉത്തരം, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ടെക്സ്റ്റിൻ്റെ പൂർവ്വഭാഗം പിന്നെ വരുന്ന ഉത്തരഭാഗം. അപ്പോൾ അതാണ് ഈ ഉത്തരാത് ചേത് എന്ന് പറഞ്ഞാൽ ഉത്തരഭാഗത്തുള്ളത് ആണെങ്കിൽ അവിടെ അനന്തരവാക്യത്താൽ ജീവൻ പറയപ്പെട്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഉത്തരാച്ചേത് ആവിർഭൂത സ്വരൂപസ്തു. ആവിർഭൂത സ്വരൂപസ്തു എന്ന്. അപ്പോൾ പിന്നീടുള്ള വാക്യത്തിൽ ജീവനെക്കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആവിർഭൂത സ്വരൂപൻ എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ സ്വരൂപൻ. അപ്പോൾ എന്താണ് ഈ ആവിർഭൂത സ്വരൂപൻ എന്ന് പറഞ്ഞാൽ? ആവിർഭൂത സ്വരൂപൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വരൂപൻ ആയിട്ട് ഉള്ള പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഥാർത്ഥ സ്വരൂപം ജീവാത്മാവ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് യഥാർത്ഥ സ്വരൂപം പരമാത്മാവാണെന്നുള്ള രീതിയിൽ അത് പിന്നീട് പറയുന്നുണ്ട് എന്ന് സാരം. അതെങ്ങനെയാണ് പറയുന്നത്? അത് ചാന്തോക്യം 8:7-4, 8:9-3 ഈ മാതിരിയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം 8:7-4 നമുക്ക് നോക്കാം. അപ്പം 8:7 എന്ന് പറയുന്നത് ഇവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള ഈ ബ്രഹ്മദേവൻ്റെ ഉപദേശം വരുന്നത്. അപ്പോൾ ആ സൂത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഛാന്തോഗ്യോപനിഷത്തിലെ 8-ാം അധ്യായം 7-ാം ഖണ്ഡത്തൊട്ട് നമുക്കൊന്ന് വായിച്ചു പോകാം. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പ്രജാപതിയുടെ ഉപദേശമാണ്. പ്രജാപതി എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ. അപ്പം ബ്രഹ്മദേവൻ്റെ ഉപദേശം മേടിക്കാൻ വേണ്ടിയിട്ട് ആരാ വരുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ദേവരാജാവായ ഇന്ദ്രനും
അസുരരാജാവായ വിരോചനനും കൂടി ആത്മജ്ഞാനത്തെ അന്വേഷിച്ചു പോയി. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയിട്ട് ഉപദേശം സ്വീകരിച്ചു. ആ ഉപദേശമാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. 7ാം ഖണ്ഡത്തിലെ 1ാമത്തെ മന്ത്രം ഇതാണ്: ഏതാത്മാവാണോ ധർമാധർമ്മ രൂപമായ പാപമില്ലാത്തതും ജരയും മരണവുമില്ലാത്തതും ശോകരഹിതവും ക്ഷുത്പിപാസാവർജിതവും സഫലങ്ങളായ ആഗ്രഹങ്ങളോട് കൂടിയതും സത്യങ്ങളായ സങ്കല്പങ്ങളോട് കൂടിയതുമായിരിക്കുന്നത്, ആ ആത്മാവിനെയാണ് അന്വേഷിക്കുകയും അറിയുകയും ചെയ്യേണ്ടത് എന്ന്. ആ ആത്മാവിനെ ശാസ്ത്രാചാര്യോപദേശങ്ങളിൽ നിന്നറിഞ്ഞ് സാക്ഷാത്കരിക്കുന്നവൻ എല്ലാ ലോകങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും പ്രാപിക്കുന്നു എന്ന് പ്രജാപതി ഉപദേശിച്ചു. പ്രജാപതിയുടെ ആ വാക്കിനെ ദേവന്മാരും അസുരന്മാരും അറിഞ്ഞു. അവർ പറഞ്ഞു: ഏതാത്മാവിനെ അന്വേഷിച്ചാലാണോ എല്ലാ ലോകങ്ങളെയും എല്ലാ കാമങ്ങളെയും പ്രാപിക്കുന്നത്, ആ ആത്മാവിനെ നമുക്ക് അന്വേഷിക്കാം എന്ന്. ദേവന്മാരിൽ വെച്ച് ഇന്ദ്രൻ തന്നെ പുറപ്പെട്ടു. അസുരന്മാരിൽ നിന്ന് വിരോചനനും. അവർ രണ്ടുപേരും അന്യോന്യം അറിയിക്കാതെയും സ്നേഹം കാണിക്കാതെയും പ്രജാപതിയുടെ അടുത്ത് ചെന്നു. തൗഹ 32 വർഷാണി ബ്രഹ്മചര്യമൂഷതു. അപ്പം ചെന്ന അവര് 32 വർഷം അവിടെ താമസിച്ചു. ഒന്നാലോചിച്ച് നോക്കി, 32 വർഷം ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു 30 വയസ്സ് കുട്ടിക്കും 30 വയസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ 30, 62 വയസ്സ് വരെയും അവരവിടെ താമസിച്ചു എന്നുള്ളതാണ്. ഇത്രയും വർഷം സേവ ചെയ്തുകൊണ്ട് താമസിച്ചു. അവർ 32 വർഷം അവിടെ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി വസിച്ചു. അപ്പം ഗുരുകുലവാസം ബ്രഹ്മചര്യ ലക്ഷണം എന്നർത്ഥം. അതായത് ഗാർഹസ്ഥ്യധർമ്മത്തിലേക്ക് പോകാതെ ഗുരുസേവാ നിരതനായിട്ട് താമസിച്ചു എന്നാണ്. 32 വർഷം അവിടെ താമസിച്ചു. സാധാരണഗതിയിൽ നിന്നുള്ള ആശ്രമങ്ങളിൽ നമ്മൾ പോയിട്ട് താമസിച്ച് കഴിയുമ്പോൾ അതിനെയാണ് ഈ ബ്രഹ്മചര്യത്തോടുകൂടി താമസിക്കുക എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥി ആയിട്ട് ജീവിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി വസിച്ചു. അപ്പോൾ പ്രജാപതി അവരോട് ചോദിച്ചു: എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ താമസിച്ചത് എന്ന്. അവർ മറുപടി പറഞ്ഞു: ഏത് ആത്മാവാണോ ധർമാധർമ്മ രൂപമായ പാപമില്ലാത്തതും ജരയും മരണവുമില്ലാത്തതും ശോകരഹിതവും ക്ഷുത്പിപാസാവർജിതവും സഫലങ്ങളായ ആഗ്രഹങ്ങളോട് കൂടിയതും സത്യങ്ങളായ സങ്കല്പങ്ങളോട് കൂടിയതും ആയിരിക്കുന്നത്, ആ ആത്മാവിനെയാണ് അന്വേഷിക്കുകയും അറിയുകയും ചെയ്യേണ്ടത്. ആ ആത്മാവിനെ ശാസ്ത്രോച്ചാര്യോപദേശങ്ങളിൽ നിന്ന് അറിഞ്ഞ് സാക്ഷാത്കരിക്കുന്നവൻ എല്ലാ ലോകങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും പ്രാപിക്കുന്നു എന്ന അങ്ങയുടെ വാക്കുകൾ ശിഷ്ടന്മാർ അറിയുന്നു. ആ ആത്മാവിനെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ താമസിച്ചത് എന്ന് 32 വർഷത്തെ ഗുരുകുലവാസത്തിന് ശേഷം ആണ് ചോദിക്കുകയും അതിന് ഉത്തരം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അതായത് ഇന്ന് ചെന്നിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രവണത അല്ല എന്നുള്ളത്. അതായത് ഇവര് അസംസ്കൃതരായിരുന്നു മുമ്പ് എന്നുള്ളതല്ല. ഇന്ദ്രൻ എന്ന് പറയുന്നത് സ്വയം ഇന്ദ്രൻ തന്നെ ദേവനാണ്. പിന്നെ വിരോചനന് മോശമല്ല. അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹോദരങ്ങളാണ്. ദേവാസുരന്മാരെന്ന് പറഞ്ഞ 2 ലോകവാസികൾ എന്ന് മാത്രമേ ഉള്ളൂ. ദേവലോകവാസികൾ ദേവന്മാരും അസുരലോകവാസികൾ അസുരന്മാരും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ എന്താണ് ദിതിയുടെ പുത്രന്മാരും ദൈത്യന്മാര്, അതിഥിയുടെ പുത്രന്മാര് ആദിത്യന്മാർ, ഇങ്ങനെയാണ് ഇവരെ ഉള്ള വേർതിരിവെന്ന് പറയുന്നത്. അതായത് ഒരു ഭർത്താവ് 2 ഭാര്യമാര് പറയുമ്പം ഇവർ സഹോദരങ്ങളാണ്. ഇവർ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിങ്ങനെ തുടർച്ചയായിട്ട് പോകും. അതാണ് മഹാഭാരതത്തിലും ഉണ്ടായത്. ഇത്രയൊക്കെ ആണ്. ഇത് തന്നെയാണ് പല വീടുകളിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവരിലെ എന്താണ്
ഈ ഭഗവാൻ എപ്പോഴും ഒരു പക്ഷം പിടിക്കുന്നു അങ്ങനെയൊന്നുമില്ല. ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അസുരവംശത്തിലാണ് നിൽക്കുന്നത്, ദേവവംശത്തിലല്ല. അപ്പം ഇങ്ങനെ പോകുന്നു. പിന്നെ മഹാബലിയുടെ സേവകനായിട്ട് ആണ് വിഷ്ണുവിനെ പറയുന്നത്. അത് സേവകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു കാവൽക്കാരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേമാതിരി നമുക്ക് ഇതുണ്ടല്ലോ, ഈ ബാണാസുരൻ്റെ ആണെങ്കിൽ ശിവൻ പോയിട്ട് സേവിക്കാൻ പോയി. ഇങ്ങനെയുള്ള തിരിച്ചും മറിച്ചുമൊക്കെ ദേവന്മാരെ സേവിക്കുന്ന വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ നമുക്ക് കാണാം. അസുരന്മാരെ സേവിക്കുന്നത് ഓരോരോ ആർക്കാണോ അതിന് അർഹത വരുന്നത് അവരുടെ ഒപ്പം നിൽക്കുന്നു. ഭഗവാനല്ലാതെ പക്ഷഭേദമൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാന് എല്ലാത്തിനും ഉപരിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ അപ്പം ഇവിടെ ഇങ്ങനെ ആ പ്രജാപതി 32 വർഷക്കാലം ഇവര് അവിടെ താമസിച്ചതിന് ശേഷം ഉപദേശം ചോദിച്ചു. ആ ഉപദേശത്തിന് ശേഷം അവരോടായിട്ട് പ്രജാപതി ഉവാചഃ തൗഹ പ്രജാപതിരുവാച യേശോ അക്ഷിണി പുരുഷ. ഇതാണ് നമുക്ക് വേണ്ട മന്ത്രം. തൗഹ പ്രജാപതിരുവാച യേശോ അക്ഷിണി പുരുഷ ദൃശ്യത്തെ യേഷ ആത്മേതി ഹോവാച ഏതദ് അമൃതമഭയം ഏതദ് ബ്രഹ്മേത്യഥ യോയം ഭഗവോ അപ്സു പരിഖ്യായത്തെ യച്ഛായമാദശേ കതമഃ യേഷ ഇത്യേഷ ഏവൈഷ സർവേഷ്വന്തേഷു പരിഖ്യായത ഇതിഹ ഉവാച. നമുക്ക് ഇതിൻ്റെ മലയാള അർത്ഥം വായിച്ചു പോകാം. അവരോട് പ്രജാപതി പറഞ്ഞു, അക്ഷിയിൽ കാണുന്ന ഈ പുരുഷൻ, അക്ഷിയിൽ കാണുന്ന പുരുഷൻ, കണ്ണിൽ കാണുന്ന പുരുഷൻ, ഈ പുരുഷൻ തന്നെയാണ് ആത്മാ എന്ന് പ്രജാപതി അവരോട് പറഞ്ഞു. അമൃതവും അഭയവുമായ ബ്രഹ്മവും ഇത് തന്നെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് അവർ ചോദിച്ചു, വെള്ളത്തിൽ കാണപ്പെടുന്നതും കണ്ണാടിയിൽ കാണപ്പെടുന്നതുമായവയിൽ ഏതാണ് ആത്മാ എന്ന്. പ്രജാപതി പറഞ്ഞു, ഇത് തന്നെയാണ് ഇവയിലെല്ലാം കാണപ്പെടുന്നത് എന്ന്. ആദർശ് യശ്ചായം ആദർശേ കഥമഹ. ഇത് ആദേശമല്ല, ആദർശ്. അപ്പൊ ഇവിടെ വെള്ളത്തിൽ കാണപ്പെടുന്നതോ കണ്ണാടിയിൽ കാണപ്പെടുന്നതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം കണ്ണിൽ കാണുന്നതാണ് ആത്മാ എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം, അക്ഷി എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഇത് ആത്മാവിനെ കാണാനാണല്ലോ ഇവർ വന്നത്. അപ്പോൾ ആത്മാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ആത്മാവിനെ അറിയുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അറിയുവാൻ ആഗ്രഹം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിജാനാതി യഹ തമാത്മാനമനുവിദ്യ വിജാനാതി ഭഗവോ വച്ചഃ വേദയന്തി തമിച്ഛന്ദാവാസ്തമിതി എന്ന്. വിജാനാമി എന്നുള്ള ആ ഒരു അറിയുവാൻ ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിൽ വന്നല്ലോ. അപ്പോൾ പറഞ്ഞു കണ്ണിൽ കാണുന്ന പുരുഷൻ എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത്. യഹ അക്ഷിണി പുരുഷേ ദൃശ്യത്തെ എന്ന്. അക്ഷിണി പുരുഷ ദൃശ്യത്തെ, കണ്ണിൽ കാണുന്ന പുരുഷനാണ് ആത്മാ എന്ന് പറഞ്ഞു. അപ്പം ഒരുവനും അവനവൻ്റെ കണ്ണിൽ പുരുഷനെ അവനവൻ്റെ കണ്ണിൽ കാണാൻ പറ്റത്തില്ല, അവനവൻ്റെ കണ്ണിനെ കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കണ്ണിനെ കാണാൻ പറ്റാതിരിക്കുമ്പോൾ കണ്ണിൽ കാണുക എന്ന് പറയുന്നത് കണ്ണിനുള്ളിൽ, അതാണല്ലോ കണ്ണിൽ സ്ഥിതി ചെയ്യുന്നവനെ കാണുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ലല്ലോ. പിന്നെ അന്നേരം അവനവൻ്റെ കണ്ണെങ്ങനെയാണ് കാണുക? കണ്ണ് കാണുന്നത് കണ്ണാടി നോക്കുക, പിന്നെന്താ, പിന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നോക്കുക. സിമ്പിളായിട്ട് ചിന്തിച്ചിരിക്കുന്നു, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചിരിക്കുന്നു. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്നവർ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഒരു ഭാഗവതം കേട്ടിട്ടോ അല്ലെങ്കിൽ രാമായണം സ്ഥിരമായിട്ട് കേട്ടിട്ട് ആ രീതിയിലൊന്നും വന്നവരായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ട് കേൾക്കുന്നവർ അവരെടുക്കുന്നത് കണ്ണാടിയിൽ നോക്കിയാൽ കണ്ണാടിയിൽ കണ്ടു, അവനവൻ്റെ കണ്ണ് കണ്ടു. പിന്നെ അത് കാണുന്നത് എവിടെയാ? പിന്നെ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞ വെള്ളത്തിൽ കാണുന്നു. ഇത് സാധാരണ ആണല്ലോ, തെളിഞ്ഞ വെള്ളത്തിൽ കാണുന്നു. പിന്നെ കാണാൻ വേറെ സ്ഥലം എവിടെയൊക്കെ പ്രതിബിംബം കാണാമോ ഒക്കെ. ഇതാണ് ചോദിച്ചത്, ഇതാണോ എന്ന് ചോദിച്ചു. അപ്പം ഉടനെ പ്രജാപതിക്ക് മനസ്സിലായി, ബ്രഹ്മദേവന് മനസ്സിലായി
ഇവർക്ക് ഇച്ചിരി പാടാണ്, ഇവരെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണെന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. അപ്പോഴാണ് ഈ ഉപദേശം കൂടുന്നത്. അപ്പോൾ അതാണ് 8, 7, 4 എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം 8, 9, 3 പിന്നെ ഉപദേശം അങ്ങനെ പോയി. അങ്ങനെ പോയതിന് ശേഷം ഭൂയ അനുവ്യാഖ്യാസ്യാമഹി, വീണ്ടും വ്യാഖ്യാനിച്ചു തരാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം യേഷ സ്വപ്നേ മഹീയമാനശ്ചരതി, യേഷാത്മാ, സ്വപ്നത്തിൽ മഹിമയെ പ്രാപിക്കുന്നത് യാതൊരുവനാണോ അവനാത്മാ എന്ന് ഉപദേശിച്ചു. അതിനുശേഷം തദ്യത്ര ഏതത് സുപ്തഃ സമസ്തഃ സംപ്രസന്നഃ സ്വപ്നം ന വിജാനാതി യേഷാത്മാ എന്ന് പറഞ്ഞാൽ, അപ്പം ജാഗ്രതയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുപോയി സ്വപ്നത്തിലേക്ക് എത്തിച്ചിട്ട് സ്വപ്നത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോയി സുഷുപ്തിയിലേക്ക് ഉയർത്തിയിട്ട് അവിടുത്തെ ഉള്ള ആത്മാവിനെ ഉപദേശിക്കുകയാണ്. ഇതാണ് ആത്മാ എന്ന് പറയുന്നത്. തദ്യത്ര ഏതത് സുപ്തഃ, സുഷുപ്തിയിൽ, സമസ്തഃ സംപ്രസന്നഃ, എല്ലാം സംപ്രസന്നമായിരിക്കുന്നു, സ്വപ്നം ന വിജാനാതി, സ്വപ്നവും അറിയുന്നില്ല, യേഷഃ ആത്മാ എന്ന്, ഇവനാണ് ആത്മാ എന്ന്. യേഷ സംപ്രസാദ, അങ്ങനെ സുഷുപ്തിയിൽ കിടക്കുന്ന ഇവനാണ് സംപ്രസാദ എന്ന് പറഞ്ഞിരിക്കുന്നത്. സംപ്രസാദ അസ്മാത് ശരീരാത് സമുത്ഥായ പരം ജ്യോതിസ്വരൂപസമ്പദ്യ സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ സ ഉത്തമഃ പുരുഷഃ. ഇപ്രകാരം മന്ത്രം ഇങ്ങനെ പോകുകയാണ്. അതായത് ഇവിടെ ആവിർഭൂതസ്വരൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയപ്പെട്ടു എന്നതാണ് ആവിർഭൂത സ്വരൂപം. അവന് ഈ യഥാർത്ഥ സ്വരൂപം എപ്പോഴാണ് അറിയപ്പെട്ടത്? ജ്യോതിരൂപ സമ്പദ്യ സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ എന്ന്. അതായത് ഈ സുഷുപ്തിയിലെത്തിയിട്ട് സ്വരൂപത്തിൽ അഭിനിഷ്പദ്യത എന്ന്. അപ്പോൾ അവിടെ സ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഈ പരിമിതത്വം, ജീവത്വം എന്ന് പറയുന്ന പരിമിതത്വമാണ്. പരിമിതത്വം പിന്നെ ഇല്ല. അതാണ് നമ്മളെങ്കിൽ മാത്രമേ സുഷുപ്തി ആവുന്നുള്ളൂ. പരിമിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അപരിമിതത്വമായി. അപ്പോൾ അവിടെ അതാണ് പരഞ്ജ്യോതിരുപസമ്പദ്യ എന്ന് പറയുന്നത്. ജ്യോതിസിനെ പ്രാപിക്കുന്നു, എന്നിട്ട് അനന്തത്വമായി. അപ്പോൾ അനന്തത്വപ്രാപ്തി എന്ന് പറയുന്നത് പരിമിതത്വരാഹിത്യം, പരിമിതത്വരാഹിത്യമാണ് അനന്തത്വം എന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ആകാശത്തിൻ്റെ അനന്തത്വമൊക്കെ ആകുമ്പോൾ അനന്തതയെ നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പം ഈ അനന്തതയെ സങ്കല്പിച്ചിട്ടുള്ള അനന്തതയെ പ്രാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അല്പൻ അനന്തതയെ പ്രാപിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇവിടെ സുഷുപ്തിയിൽ എന്താ സുഷുപ്തി സംഭവിക്കുന്നത് എന്താ? അവിടെ അനന്തതയെ സങ്കല്പിച്ച് പ്രാപിക്കുകയല്ല, പകരം പരിമിതത്വം ഇല്ലാതാവും. അതായത് ജീവന്റെ പരിമിതത്വം, ജീവാത്മാ എന്ന് പറയുന്നത് അഹത്തിൻ്റെ പരിമിതത്വമാണ്. ചിന്തിക്കുന്നവൻ ഞാനെന്നും അറിയുന്നവൻ ഞാനെന്നും ജാഗ്രത്വാൻ അഹമെന്നുള്ള പരിമിതത്വം എവിടെയാണോ, എന്നിട്ടത് സ്വപ്നത്തിൽ നിൽക്കുന്ന ആ പരിമിതത്വവും കൂടെ എവിടെ അസ്തമിക്കുന്നു, അപ്പം പരിമിതത്വ അഭാവമാണ് അനന്തത്വം എന്നുള്ളത്. എല്ലാം ഉൾട്ടയാണ് പോകുന്നത്. പ്രകാരമുള്ള അനന്തതയാണ് എത്തേണ്ടത്. അപ്പോൾ ഈ അനന്തതയ്ക്ക് ഇപ്പം അനന്തതാ പ്രാപ്തിക്ക് എന്താണ്? സങ്കല്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതിലേക്ക് ഇപ്പോൾ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ അനന്തതയെ പ്രാപിക്കുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആവിർഭൂത സ്വരൂപ എന്നുള്ള ആ പ്രയോഗം അവിടെ കിടക്കുന്നതാണ്. അപ്പം അവിടെ അനന്തതയെ പ്രാപിക്കുന്നു എന്നുള്ളത് യാതൊരുവൻ അതിനെ അറിയുന്നുവോ? അപ്പം ഇവിടെ ഇപ്പം എന്ന് പറയുന്നത് ഈ അറിവ്, ഇത് കേൾക്കുമ്പോൾ മാത്രമാണ് ഈ അറിവുണ്ടാകുന്നത്. പക്ഷെ ഉറങ്ങുന്നവന് ഈ അറിവില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ജ്ഞാനമാണ് ഇവിടെ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഉറങ്ങുന്നവൻ എവിടെയാണ് എത്തിയതെന്ന് അവന് ബോധമില്ല. പക്ഷേ ഉറങ്ങുന്നവൻ എവിടെയാണ് എത്തുന്നത് എന്ന ബോധം വരുത്തിയാൽ
അവിടെ അതിൻ്റെ യാഥാർത്ഥ്യം ഇവന് ബോധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബോധിക്കുമ്പോഴാണ് ഇവന് ആവിർഭൂത സ്വരൂപനായിട്ട് അവനെ തന്നെ കാണുന്നു എന്ന്. ഞാനാണല്ലോ ഈ ഞാൻ എന്ന് അറിയുന്നു. ഏതാണ്? അനന്തന അല്പത്വം ഉപേക്ഷിക്കപ്പെട്ട അനന്തതയെ പ്രാപിച്ചവനായ ഞാനാണ് ഇപ്പോൾ ആ അനന്തതയെ ഉപേക്ഷിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അനന്തതയിൽ ആണ് അല്പത്വാരോപണവുമായിട്ട് നിൽക്കുന്ന ഈ ഞാനെന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഈ സൂത്രം. അതായത് ഇങ്ങനെയാണിത്: ഇവൻ്റെ യഥാർത്ഥ സ്വരൂപം പ്രത്യക്ഷമായി അറിയപ്പെട്ടു എന്നാണ് ആവിർഭൂത സ്വരൂപ ശബ്ദാർത്ഥം. ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പേയുള്ള സ്വരൂപത്തെയാണ് ജീവൻ എന്ന ശബ്ദം കാണിക്കുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.